ഒരു 2 മാസം മുമ്പ് ഞാൻ എൻ്റെ കൂട്ടായ്മയിലുള്ള ജോൺ ബോളിൻ്റെ ഭാര്യയുടെ വീടിൻ്റെ വെഞ്ചരിപ്പിന് ഒരു സ്ഥലത്ത് പോയി. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ, മരിച്ചുപോയ കൂട്ടുകാരൻ്റെ വീട് ഇവിടെ അടുത്തെവിടെയാണ്, പ്രശാന്തി നിലയം, നിങ്ങൾ നോക്കിക്കോണം, ഞാൻ വണ്ടി പതുക്കെ ഓടിക്കാം, എവിടെയാന്നൊക്കെ ലൊക്കേഷനെല്ലാം ഞാൻ മറന്നുപോയി, പക്ഷെ ഈ ഏരിയയിൽ എവിടെയാണ് പ്രശാന്തി നിലയം നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ പറഞ്ഞു അവിടെ ഇപ്പോൾ ഒരു വാടകക്കാരാണ് താമസിക്കുന്നത്. ഇറങ്ങി വരുമ്പോൾ ഈ സഹോദരനോട് ആ വീട്ടിലെ അമ്മച്ചി, വയ്യാത്തൊരമ്മയാണ്, ആ അമ്മ ചോദിച്ചു, കത്തോലിക്ക അച്ഛന്മാരാണോ ആ വണ്ടിയുടെ അടുത്ത് നിൽക്കുന്നത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതേന്ന് പറഞ്ഞു. എന്നാ ഒന്ന് കയറി പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 അച്ഛന്മാരും ബോണിയും കൂടെ ആ വീട്ടിലേക്ക് കയറി. കയറുമ്പോ കാണുന്ന കാഴ്ച, അപ്പൻ, അതായത് അപ്പച്ചൻ, അൽഷിമേഴ്സ് ബാധിച്ച അപ്പച്ചൻ, മറവി രോഗം, അമ്മയുടെ ക്യാൻസർ വന്ന് കണ്ണിങ്ങനെ വെളിയിലോട്ട് ബൾജ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. ഈ ഭാഗം എല്ലാം ക്യാൻസർ വന്ന്, അറിയാലോ, അങ്ങനെ തുരന്ന് ഒരു വല്ലാത്ത അവസ്ഥയിൽ കണ്ണിങ്ങനെ ബൾജ് ചെയ്ത്. ഇതാ പ്രാർത്ഥിക്കണ്ട. പ്രാർത്ഥിച്ചപ്പോ ഈ അമ്മ ചോദിച്ചു, ഇത് ഡാനിയേലച്ഛനാണോ ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എൻ്റെ അച്ഛാ, ഞങ്ങൾ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുന്നവരാണ്. എന്നിട്ട് അമ്മച്ചി കരച്ചിലായി. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു, കുറച്ചു നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. ആ അമ്മ എൻ്റെ അടുത്ത് പറയാണ്, അച്ഛാ, കഴിഞ്ഞ 3 ദിവസങ്ങളായി ഞങ്ങൾ ആകെ കഴിച്ചിട്ടുള്ളത് 1 കോഴിമുട്ടയാണ്. ഈ വയ്യാത്ത അപ്പച്ചനും ഈ ക്യാൻസർ രോഗിയായ അമ്മയും കഴിഞ്ഞ 3 ദിവസങ്ങൾക്കുള്ളിൽ ആകെ ഭക്ഷിച്ചിട്ടുള്ളത് 1 കോഴിമുട്ട. പുറം ലോകത്ത് ആർക്കും അറിയാൻ പാടില്ല, പച്ച പട്ടിണിയാണ് വീടിനകത്ത്. ഒന്നുമില്ല, ഒരു വകയില്ല വീട്ടില്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് കഴിക്കാനൊന്ന് ഭക്ഷണം ഉണ്ടായി, അവർക്ക് ആ മാസങ്ങളിൽ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായി, അവരുടെ കാര്യങ്ങൾ ദൈവം ഇടപെട്ടു. അപ്പോൾ അതിന്റെ വിശദാംശമൊന്നും ഞാൻ പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾ കേട്ടെ. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ അപ്പനും അമ്മയും പട്ടിണി കിടക്കുന്നത് അയൽപക്കക്കാര് പോലും അറിഞ്ഞിട്ടില്ലെങ്കിലും സർവശക്തനായ ദൈവം അറിഞ്ഞിട്ടുണ്ട്. അതാ ഈ നമ്മളെ പിടിച്ചകത്തോട്ട് കൊണ്ടുപോണേ. പറഞ്ഞ ഹല്ലേലൂയാ, പറഞ്ഞ ഹല്ലേലൂയാ. ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചു പോയ ആരെയും ഞങ്ങൾ അവിടെ കണ്ടില്ല. അവിടെ ചെന്നപ്പോഴറിഞ്ഞ അവരെല്ലാം മരിച്ചു. ആരെയും കണ്ടിട്ടില്ല.